ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ചേലെ ലാ പാസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. യാക്കുകളുടെ വിഹാരമേടായിട്ടുള്ള ഒരു ഭാഗം കണ്ടു. വളരെ മനോഹരമായ പ്രദേശം, യാക്കുകളെ കണ്ടു. അതിനുശേഷം വീണ്ടും യാത്ര തുടരുകയാണ്. ചേലെ ലാ പാസ് എന്ന് പറയുന്നത് ഏറ്റവും ഉയരം കൂടിയ ഭൂട്ടാനിലെ മോട്ടോറബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതായത് മോട്ടോർ വാഹനങ്ങളിൽ ചെന്നെത്താവുന്ന ഏറ്റവും ഉയരം കൂടിയ സ്ഥലം. പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ അവിടെ നിർത്തി. കണ്ടോ, എത്ര മനോഹരമായ വിശാലമായ വ്യൂ പോയിന്റാണ് എന്ന് നോക്കുക. ഇത്ര മനോഹരമായ ഒരു വ്യൂ പോയിന്റ് എവിടെയെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ഞാൻ പറയും ഇല്ല എന്ന്. നീ എവിടെയെങ്കിലും കണ്ടോ എന്നറിയില്ല, ഓർത്തു നോക്കണം. എന്തായാലും ചേലെ ലാ പാസിലേക്ക് പോകുന്ന വഴിക്കുള്ള അതിമനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ്. അവിടെ നിർത്തി ഞങ്ങൾ അത് ഇറങ്ങി കണ്ട് ആസ്വദിച്ചു. എന്നിട്ട് വീണ്ടും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളതാ വീണ്ടും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ നോക്കുക, എത്ര മനോഹരമായ സ്ഥലമാണ്. ഈ ടെറൈനിലൂടെ, ഈ റോഡിലൂടെ വളഞ്ഞ് പുളഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ ഐസ് കിടക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ അതിനെയൊക്കെ പിന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ഒരു കുതിര, വൈൽഡ് ഹോഴ്സ്, അതോ ഇനി വളർത്തുന്നതാണോ എന്നറിയില്ല. എന്തായാലും കെട്ടും മട്ടും അടയാളമൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ വൈൽഡ് ഹോഴ്സ് ആയിരിക്കാം. അങ്ങനെ എത്തിച്ചേർന്നു സുഹൃത്തുക്കളെ, എത്തിച്ചേർന്നു. ഇതാണ് ചേലെ ലാ പാസ്. അവിടെ എഴുതിയിരിക്കുന്നത് ഹാ ജോങ് ഖാങ്ങിലേക്ക് ഉള്ള ദൂരം 26 കിലോമീറ്റർ. ഹാ ജോങ് ഖാങ് എന്ന് എഴുതിയിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഹാ വാലിയാണ്. ഇപ്പം ഈ സ്ഥലം വളരെ ഉയരം കൂടിയ സ്ഥലമാണ്. അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് 3988 മീറ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇപ്പം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഉയരം 3988 മീറ്റർ എന്ന് പറഞ്ഞാൽ റൗണ്ട് ചെയ്യുമ്പം ഏകദേശം 4000 മീറ്റർ. 4000 മീറ്ററിൽ ലേശം കുറവല്ലേ ഉള്ളൂ, ഒരു 12 മീറ്ററിൻ്റെ കുറവേ ഉള്ളൂ. അപ്പോൾ 4 കിലോമീറ്റർ ഉയരമുള്ള സ്ഥലമാണ് എന്നർത്ഥം. മോട്ടോറിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഭൂട്ടാനിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണിത്. ഇതാണ് ചേലെ ലാ പാസ്. ഇവിടെ ഉള്ള കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. വാഹനം അവിടെ പാർക്ക് ചെയ്തു എന്നതിന് ശേഷം ഇവിടെ ധാരാളം വാഹനങ്ങൾ വന്ന് പാർക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവിടെ ഒരു ഗിരിശൃംഖം, ഒരു മൗണ്ടെയിൻ കാണുന്നില്ലേ? ജോമുലാരി മൗണ്ടെയിൻ. അത് ഹിമാലയത്തിൻ്റെ ഭാഗമാണ്, ഈസ്റ്റേൺ ഹിമാലയാസിൻ്റെ ഭാഗമാണ് ജോമുലാരി പീക്ക് എന്ന് പറയുന്നത്. ജോമുലാരി കൊടുമുടി 7368 മീറ്റർ ഉയരമുള്ള ജോമുലാരി പീക്കാണ് ആ കാണുന്നത് സുഹൃത്തുക്കളെ. അതിമനോഹരമായ ദൃശ്യം. അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളെല്ലാം അതിമനോഹരമാണ്, എങ്ങോട്ട് തിരിഞ്ഞാലും. അപ്പോൾ അതാണ് സുഹൃത്തുക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വലതുവശത്ത് ഒരു ചെറിയ കുന്നുണ്ട്, ഇടതുവശത്ത് അതിനേക്കാളും വലിയ കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കയറിയാൽ കുറച്ചുകൂടി നല്ല വിഷ്വലുകൾ കിട്ടും. ഇപ്പോൾ തന്നെ 4 കിലോമീറ്റർ ഉയരമാണ്. ഇവിടെ ഓക്സിജൻ കണ്ടന്റ് ജോമുലാരി പീക്ക് എത്ര മനോഹരമെന്ന് നോക്കുക. ഓക്സിജൻ കണ്ടന്റ് കുറവാണ്, അതുകൊണ്ട് കിതപ്പുണ്ട്. അപ്പോൾ ക്ഷീണം ഉണ്ടാവും. അല്പം നടക്കുമ്പോൾ തന്നെ കിതച്ച് തുടങ്ങും. മനോഹരമായ കാഴ്ച, അതിമനോഹരമായ കാഴ്ച. ഭൂട്ടാനിൽ വന്നാൽ തീർച്ചയായിട്ടും കാണേണ്ട സ്ഥലമാണ് ചേലെ ലാ പാസ് എന്ന് ഞാൻ പറയും. അപ്പോൾ വലതുവശത്ത് കാണുന്ന ചെറിയ ഒരു കുന്നാണ്. അതായത് പാരോയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, വലതുവശം ഇടതുവശം എന്ന് പറയുമ്പം എവിടെ നിന്ന് എങ്ങോട്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുമല്ലോ. അപ്പോൾ പാരോയിൽ നിന്ന്
ചേലേല പാസിലേക്ക് വരുന്ന വഴിക്ക് ചേലേല പാസിൽ ആ ഡയറക്ഷനിൽ നോക്കുമ്പോൾ വലതുവശത്ത് കാണുന്ന ചെറിയൊരു മുട്ടക്കുന്നാണ്. അപ്പോൾ ആ മുട്ടക്കുന്നിലേക്ക് പതുക്കെ ഒന്ന് നടന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ഒരു വിഷ്വൽ കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ. അധികം സമയമില്ല, എങ്കിലും ഉള്ള സമയം കൊണ്ട് മാക്സിമം കാണിക്കാം എന്ന് വിചാരിക്കുകയാണ്. അവിടുന്ന് പതുക്കെ അങ്ങോട്ട് കയറി നോക്കുമ്പോൾ കണ്ടോ ദൃശ്യം എത്ര മനോഹരമായി വരുന്നു എന്ന് നോക്കുക. അതിമനോഹരമായ ദൃശ്യം ഈസ്റ്റേൺ ഹിമാലയാസിൻ്റെ ജോമുലാരി പീക്ക് 7376 കിലോമീറ്റർ. ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംഖ്യകൾ മാറിപ്പോകും. എന്തായാലും 7000-ന് മേളിലാണ്. 7376 മീറ്റർ, കിലോമീറ്റർ അല്ല, അത്രയും മീറ്റർ എന്ന് വെച്ചാൽ 7.3 കിലോമീറ്റർ ഉയരമുള്ള ഗിരിശൃംഖങ്ങളാണ് കാണുന്നത് സുഹൃത്തുക്കളെ. ഇതുമൊക്കെ ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളാണ്. അതിലെ മഞ്ഞണിഞ്ഞ കൊടുമുടിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് കയറിയാൽ നമ്മളെ സുഹൃത്തുക്കൾ അധികം നടക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഒരു സുഹൃത്തിനെ കിട്ടി. ഞങ്ങൾ രണ്ടും കൂടി ഈ മലയൊന്ന് കയറാം എന്ന് കരുതി. ഇടതുവശത്ത് ഒരു ഉയർന്ന മൊട്ടക്കുന്നുണ്ട്. അവിടെ നിന്ന് കയറിയാൽ നല്ല ഒരു കാഴ്ച കിട്ടും. അപ്പോൾ ആ സുഹൃത്ത് വേറെ ആരുമല്ല, ഈശോ ചേട്ടനാണ്. ഈശോ ചേട്ടൻ നല്ല ധൈര്യമുള്ള ഒരു സാഹസികനാണ്. അദ്ദേഹം എൻ്റെ കൂടെ വരാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ മുകളിൽ നിന്ന് കാണുക. അത് അവിടെ പുകയ്ക്കുന്ന കണ്ടില്ലേ, അത് സൈപ്രസ് മരങ്ങളുടെ ഇലയാണ്. അതൊരു സുഗന്ധമുള്ള ഇലയാണ്. അത് പുകച്ചു കഴിയുമ്പോൾ അന്തരീക്ഷം ക്ലീനാകും, ശുദ്ധമാകും എന്നൊക്കെയാണ് വിശ്വാസം. അപ്പോൾ ഞാനും ഈശോ ചേട്ടനും കൂടി ഈ കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കാഴ്ച അതിഭയങ്കരം, അതിമനോഹരം എന്നേ പറയാവൂ. അങ്ങ് ദൂരെ കാണാം ഹാവാലി, ഒരു ചെറിയ പൊട്ടുപോലെ. അതിനിടയിൽ ഒരു വെളുത്ത അടയാളം, അതാണ് ഹാവാലി. അങ്ങോട്ട് പോകാൻ നമുക്ക് സമയം കിട്ടുമോയെന്നറിയില്ല. കണ്ടോ ഹാവാലി, ഇത്ര മനോഹരമായ ദൃശ്യം ഒന്ന് നോക്കുക. അവിടെയുള്ള കുന്നുകളൊക്കെ വളരെ താഴെ കിടക്കുന്ന പോലെ തോന്നും. കാരണം ഞങ്ങളിപ്പോൾ നല്ലൊരു ഉയരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ എത്ര മനോഹരമായ ദൃശ്യം നോക്കുക. ഹാവാലിയാണ് കാണുന്നത് സുഹൃത്തുക്കളെ, ഹാവാലി. അപ്പോൾ കണ്ടോ ഇത്രയും മനോഹരമായ ഈ ദൃശ്യം കാണുന്നതിന് വേണ്ടി മാത്രം ഇവിടെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ തെറ്റില്ല. ഈ കാര്യം ഇതിനു വേണ്ടി മാത്രം ഈ മൊട്ടക്കുന്നിലേക്കാണ് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. അല്ല, ഇത് മറുവശത്തെ ഇതല്ല സോറി, ഇത് വലതുവശത്തുള്ള ചെറിയ മൊട്ടക്കുന്നാണ്. അതിനപ്പുറത്ത് ജോമുലാരി പീക്ക് കാണുന്നു. 7376 മീറ്റർ ഉയരമുള്ള ജോമുലാരി പീക്ക് സുഹൃത്തുക്കളെ. അവിടെ പുകച്ചുകൊണ്ടിരിക്കുന്നത് സൈപ്രസ് മരങ്ങളുടെ ഇലകൾ, നല്ല സുഗന്ധപൂരിതമായ ഇലകളാണ്. അത് പുകയ്ക്കുമ്പോഴേക്ക് അന്തരീക്ഷം ശുദ്ധമായും മാറും, അണുനാശകമാണ്. പിന്നെ ഇവിടെ നല്ല തണുപ്പാണ്, തണുപ്പകറ്റാൻ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ പല പല ഗുണങ്ങളാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ കൂടെ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു സഹായി, സ്നേഹിതൻ, ഉറ്റ സുഹൃത്ത് ഈശോ ചേട്ടനാണ്. ഈശോ ചേട്ടനോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം കാര്യങ്ങൾ. ഈശോ ചേട്ടൻ എന്ത് പറയുന്നു എന്നറിയട്ടെ. ഈ ഭാഗത്തെപ്പറ്റി നമുക്ക് ഈശോ ചേട്ടൻ്റെ അഭിപ്രായം അറിയണമല്ലോ. വ്യാപിച്ച് അന്തരീക്ഷം ശുദ്ധമാക്കും എന്നും വിശ്വസിക്കപ്പെടുന്നു. ഈശോ സാർ, അതിമനോഹരമായ സ്ഥലമല്ലേ സാർ, എന്ത് പറയുന്നു? എന്തെങ്കിലും ഒരു കാര്യം പറ. ഹിമാലയത്തിന്റെ ഭാഗങ്ങളല്ലയോ, അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ട്. അതിൻ്റെതായ ബ്യൂട്ടി തീർച്ചയായിട്ടും. സാർ അത് കാണിച്ചു, ഹിമാലയം കാണിച്ചു. അവരെ ഹിമാലയം കാണിച്ചു. ഇവിടുത്തെ ഏറ്റവും ഉയരം അല്ല, രണ്ടാമത്തെ കൊടുമുടിയാണ്. 7570 അല്ല, അതല്ല, അത് ഇവിടെ പോകുന്നത് ഇന്നലെ അല്ല. ഇത് 7376. 7376. സാറ് തിരിച്ച് പറഞ്ഞു. മറ്റത് ഇവിടെ നിന്ന് പോകുമ്പോ കാണുന്നതാണല്ലേ? നമ്മൾ ഇന്നലെ അവിടെ പോയപ്പോ. ഓക്കെ നമ്മൾ ആദ്യം പോയില്ലേ മറ്റേ 7376. ഇത് സെക്കൻഡ് ആണ്. അപ്പോ ഈ ഈശോ സാറിന് നന്ദി, ആ ഒരു വിവരം പങ്കുവെച്ച്. സദയം തിരുത്തുക സുഹൃത്തുക്കളെ. അപ്പൊ അതാണ് ജോമുലാരി പീക്ക്. ഓക്കെ.
ഹൈറ്റൊക്കെ നമ്മളെ സംബന്ധിച്ച് വെറും ഫിഗർ മാത്രമാണ്. നമുക്കതിൻ്റെ രൂക്ഷത ഭീകരത അറിയണമെങ്കിൽ അത് കയറി നോക്കണം. അല്ല, ഇത് ആരും കേറാത്ത വെർജിൻ എന്നാണ് പറയപ്പെടുന്നത്. ആർക്കും കയറാൻ പറ്റാത്ത സ്റ്റീപ്പായിട്ടുള്ള മൗണ്ടെയിൻസ് ബാലികേറ മലകളാണ്. ബാലികേറ മല എന്ന് പറയാൻ ഒക്കില്ല, അത് ബാലിക്ക് മാത്രമേ കയറാൻ പറ്റാതെ ഉള്ളൂ. ഇത് ആർക്കും തന്നെ കയറാൻ പറ്റില്ല എന്നാണ് പറയപ്പെടുന്നത്. അലോ ചെയ്യാത്തത് കൊണ്ട് അല്ലേ സാർ? അലോ ചെയ്യുകയാണെങ്കിൽ മനുഷ്യൻ ഒരു കൈ നോക്കും. മനുഷ്യൻ പോകാത്ത സ്ഥലമുണ്ടോ? പിന്നല്ല, ഗവൺമെൻറ് അലോ ചെയ്യുന്നില്ല. ഭൂട്ടാൻ ഗവൺമെൻറ്. അതെ അതെ അതെ, അത് പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് നല്ല കാര്യം തീർച്ചയായിട്ടും. ടൂറിസം പല ഗുണങ്ങളും ഉണ്ടെങ്കിലും അതോടൊപ്പം ചില ദോഷങ്ങളും ഉണ്ട്. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ സ്റ്റെപ്പുകളായി പരന്ന കല്ലുകൾ വിരിച്ചിട്ടുണ്ട്, സ്റ്റെപ്പുകൾ പോലെ. അപ്പോൾ അതിൽ ഒരു തിളക്കം കാണുന്നുണ്ട്, ഒരു ലോഹത്തിൻ്റെ തിളക്കം. അപ്പോൾ ഈശോ ചേട്ടൻ പറയുന്നു അത് അഭ്രമായിരിക്കും എന്ന്. ആയിരിക്കാം. അപ്പോൾ ഈശോ ചേട്ടൻ കൂടെ ഉണ്ട്. കണ്ടില്ലേ, വളരെ സ്റ്റീപ്പായിട്ട് കിടക്കുകയാണ്. അങ്ങ് കാല് തെറ്റി അങ്ങ് പോയാൽ കൊക്കയിലേക്ക് അങ്ങ് പോവും, പിന്നെ ഒരു പോക്കായിരിക്കും. പക്ഷേ അതിമനോഹരമായ സ്ഥലമാണ്, അതിമനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഓക്സിജൻ കണ്ടൻറ്റ് കുറവാണെങ്കിലും ഇത് കാണണമെന്നുള്ള ആഗ്രഹത്തിൽ കയറുകയാണ്. മാത്രമല്ല ഈശോ ചേട്ടൻ കൂടെയുണ്ട്. ആത്മാർത്ഥതയുള്ള ആ സുഹൃത്ത് കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഒന്നുകൂടി ധൈര്യം വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് കയറുകയാണ്. എത്ര മനോഹരം എന്ന് നോക്കുക. അപ്പോൾ ഈശോ ചേട്ടൻ ബോംബെയിൽ താമസിക്കുന്ന ആളാണ്. അവിടെ നിന്നാണ് അദ്ദേഹം വന്നത്. നോക്കൂ, അതിഗംഭീരം, അത്യുഗ്രൻ. ഒന്ന് കാല് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പപ്പു പറയുന്നത് പോലെ തവിട്ട് പൊടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വളരെ ഗംഭീരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് മുന്നേക്ക് നടക്കുകയാണ്. ഹാ വാലി ആണ് ആ കാണുന്നത്. ഹാ ജോങ് ഖോങ് എന്ന് പറയും. അത് ഹാ വാലി. അവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരം. അപ്പോൾ ഉയരം കൂടിക്കൂടി വരുന്നു. ഓക്സിജൻ കണ്ടൻറ്റ് കുറവ്, കിതപ്പ് കൂടുന്നു. ഇതാ വലതുവശത്തുള്ള കുന്ന്, അതിനപ്പുറത്ത് ജോമുലാരി പീക്ക്, 7376 മീറ്റർ ഉയരമുള്ള ജോമുലാരി പീക്ക്. വീണ്ടും ഹാവാലിയിലേക്ക് ഉണ്ട്. ആ കുന്നുകളൊക്കെ വളരെ താഴെയാണെന്ന് നമുക്ക് തോന്നും, അത്രയും ഉയരത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിമനോഹരം ഹാവാലിയാണോ ഏതാണ് കൂടുതൽ മനോഹരം? ജോമുലാരി പീക്കാണോ? അതും രണ്ടും അത്യുഗ്രൻ എന്നേ പറയേണ്ടു. അപ്പോൾ മാസ്മരികമായ കാഴ്ച, ഗംഭീരമായ കാഴ്ച, അത്ഭുതാവഹമായ കാഴ്ച. ഇത് കാണാൻ വേണ്ടി മാത്രം തീർച്ചയായും ഇവിടെ വന്നിരിക്കണം എന്ന് ആജ്ഞാപിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഭംഗി കണ്ട് പറയുന്നതാണ്. അതിമനോഹരം, വശ്യം, അത്ഭുതാവകം, മാസ്മരികം. അപ്പോൾ ആ സ്ഥലങ്ങൾ കണ്ടു എന്നത് വളരെ വളരെ സന്തോഷജനകമാണ്. എത്ര മനോഹരമായ പ്രകൃതി! എന്താണ് ഇവിടെയുള്ള ആളുകളെല്ലാം ആനന്ദ തുന്തിലരായി വർത്തിക്കുന്നത്? ഹാപ്പിനെസ്സിന് അവരെന്തുകൊണ്ട് പ്രാധാന്യം കൊടുക്കുന്നു? ഈ പ്രകൃതി കാണുമ്പോൾ നമുക്കത് ബോധ്യമാകും. ഇത്ര മനോഹരമായ പ്രകൃതിയിൽ അധിവസിക്കുന്ന മാന്യദേഹങ്ങൾ, ഭൂട്ടാനികൾ ആനന്ദത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. GNS, ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ്, അതാണ് അവരുടെ ആപ്തവാക്യം. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ ഈ മാസ്മരികമായ കാഴ്ച, ഉയരങ്ങൾ, എത്ര കിലോമീറ്റർ ഉയരം എന്നൊക്കെയുള്ള യാന്ത്രികമായ ഗണിതശാസ്ത്രത്തിൻ്റെ യാന്ത്രിക സാങ്കേതികത്വത്തിനപ്പുറം ഈ ഭംഗി പറഞ്ഞറിയിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ
മറ്റ് സുഹൃത്തുക്കളൊക്കെ താഴെ നിൽക്കുകയാണ്. അവരവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അവിടെയും നല്ല ദൃശ്യങ്ങളുണ്ട്. പക്ഷേ ഈ ദൃശ്യം അപാരം, അത്യുജ്വലം എന്നേ പറയാവതുള്ളൂ. അപ്പോൾ ഞാനെങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു സുഹൃത്ത് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഈശോ ചേട്ടൻ, ആത്മാർത്ഥതയുള്ള ആ സുഹൃത്തിന് ഞാനൊരു കൈ കൊടുക്കട്ടെ. അതുകൊണ്ട് മാത്രം ഞാൻ വന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ വരാൻ ധൈര്യം കാണിക്കുകയില്ല. ഓക്കെ സുഹൃത്തുക്കളെ, അതൊന്ന് അടുപ്പിച്ച് കാണിക്കാം. അതാണ് കാഴ്ച. ജുമുലാരി പീക്ക് മാസ്മരികമായ കാഴ്ച. അതാണ് കാഴ്ച. ഹലോ, താങ്ക് യു സാർ. യുവർ ഗുഡ് നെയിം പ്ലീസ് സാർ? Sharkar. From Nashik, Maharashtra. From Maharashtra. Nashik. The beautiful town of Nashik. Yes. From Maharashtra. We are from South India. From Kerala, the southernmost part. I am a YouTuber. Thank you very much. Thank you. आप ही आए बस? हैं? यू ओनली केम? और एक है ना मेरा भाई, तो वो भी अभी आया, मैं सबसे पहले आया. हाँ, वो बातों में ना आदमी फिर. Hello. Namaskaram, madam. Namaskaram, hi. Your good name, please? My name is Hilda. Hilda from I'm come from Delhi. Delhi. But I am born up and brought up in Mumbai. Mumbai. Yes. We are 16 members from South India, from That's Kerala. very nice. We are 3 people from Delhi and many are from Maharashtra and from Kerala also. Okay. So very Madam, wonderful time. my humble question. Yes. What is your opinion about this place? Oh, this is very peaceful place. This is very nice, very scenic and very humble. People are very nice, you know. Okay, over here. thank you. I liked it. Okay. Because Thank you, I am a madam. nature loving person. I am also. And I am a solo traveler. Okay. Yes. Yes, I am a solo You traveler. are more courageous than me. You are more courageous than me, I think. I went to Sikkim. Oh. I went to Zero Point over there. Yes. Then I went to Nathula Pass. Then I went to this Darjeeling, Gangtok, and from there continued. I came here. Oh, madam. Yes. Truly, I have some jealousy upon you. You are now. You are complex. very always complex, highly courageous. Yeah. You are beautiful also. Oh, thank you, madam. Thank you so Congratulations. much. Thank you very much, Best of Hilda, luck for madam. your Okay. trip also. Okay. So you're going back to Kerala? Back after? to Kerala after this. Now we are going to Havali, Oh. and then we are returning. Oh, that's very nice. returning. Thank Okay. you so much. Thank Okay. you. Okay. Thank you. Thank you, madam. Yeah. Bye. ഡൽഹി Yes, from. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ ഹിൽഡ മാഡം എന്ന് പറയുന്ന മാസ്മരിക വ്യക്തിയെ പരിചയപ്പെട്ടത് വലിയ ഭാഗ്യം. അവർ സോളോ ട്രാവലറാണ്, ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു. ഭീകരമായ മൗണ്ടേനിയസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, അത്യുഗ്രൻ സ്ഥലങ്ങൾ, റിസ്കി ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഒറ്റയ്ക്ക് കയറുമ്പോഴാണ് നമ്മൾ കൂട്ടത്തോടെ ഇങ്ങനെ വന്നിട്ട് ആ കൂട്ടത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നു. അതിനിടയിൽ എടുത്തു പോകുന്നു. എന്നിട്ട് നമുക്ക് കുറച്ച് ഓക്സിജൻ ആകെ തിരിയുന്നില്ല, ഡിഫിഷ്യൻസിയും ചില്ലറ പ്രശ്നങ്ങളും കിതപ്പും ഒക്കെ ഉണ്ട് എന്നുള്ളതൊഴിച്ചാൽ വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ പക്ഷെ ഒറ്റയ്ക്ക് പോകുമ്പോൾ അതിൻ്റേതായ വേറെ സൗകര്യങ്ങളുണ്ട്. കുറച്ചുകൂടി നമുക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ചിത്രീകരിക്കാൻ കഴിയും. ഗുണവും ദോഷവുമുണ്ട് എന്നർത്ഥം. ഓക്കെ സുഹൃത്തുക്കളെ, ബൈ. ഗുഡ് നൈം പ്ലീസ്? Karnapuri. From which place? Punjab, Ludhiana, Punjab. They are stronger. Usually, they are stronger than we people. We are from South India, particularly we are from Kerala. Malayalis like Punjabis very much. No, because they are also worldwide. Okay. Thank you. ടൗൺ ഇതാ ഒറ്റ സെക്കൻഡ്, ഒരു കറക്കം കറങ്ങി ഇങ്ങ് വരാം. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളെ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളെ കണ്ടു. ആ പഞ്ചാബിയിൽ നിന്ന് വരുന്ന ആ പപ്പ
ഓ ദ സ്ട്രോങ്ങസ്റ്റ് മാൻ. അതൊക്കെയാണ്, അവരൊക്കെയാണ് ശക്തർ. അവരാണ് സത്യത്തിൽ പഞ്ചാബി റെജിമെൻറ്റ് നമ്മളെ രാജ്യത്തെ തന്നെ കാക്കുന്നത്. നമ്മുടെ 10 പേരുടെ ഫലമുണ്ട് അവർ ഒരാൾക്ക്. ഓ അതാണ് അവർ, പ്രത്യേക റൈസാണ്. ഇതാണ് ഇവിടെ ഒരു ബുദ്ധസ്തൂപമുണ്ട്. വന്ന സ്ഥിതിക്ക് അതിനെ ഒന്ന് പ്രദക്ഷിണ ദിശയിൽ വലം വെച്ച് പോകാം. ഓക്കെ ഓക്കെ, ഐ വിൽ ടേക്ക്. ഓക്കെ ഓക്കെ. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, കണ്ടോ ഇവിടെ ഒരു ബുദ്ധ സ്തൂപം ഉണ്ട് ഇതിന് മുകളിൽ. അപ്പോൾ അതുകൂടെ ഒന്ന് പരിചയപ്പെടുത്താം. കണ്ടോ, ബുദ്ധസ്തൂപം സ്ഥാപിച്ചിരിക്കുന്നു. ആ ബുദ്ധമതം ആണല്ലോ, അപ്പോൾ ഇതേപോലെയുള്ള വ്യൂ പോയിന്റിലെല്ലാം ബുദ്ധസ്തൂപം കാണാം. സുഹൃത്തുക്കളെ, അവിടെ ഹിൽഡ നിൽക്കുന്നു, സോളോ ട്രാവലർ വിളിച്ച് ചോദിക്കുന്നു നമ്മുടെ യൂട്യൂബിൻ്റെ പേര്. SSK ചന്ദ്രകാന്തം എന്ന് ഞാൻ പറഞ്ഞു. അത് അതിസാഹസികയായ ഒരു സോളോ ട്രാവലറാണ് ഹിൽഡ ഫ്രം ഡൽഹി. ഒരു കൗൺസിലിംഗ് ടീച്ചറാണ് ഡൽഹി സ്കൂളിൽ. അതിമനോഹരമായ ദൃശ്യമാണ് കാണുന്നത് സുഹൃത്തുക്കളെ. ഹാവാലി അതോ എത്ര മനോഹരമായ ഒരു ദൃശ്യമാണ് എന്ന് നോക്കുക ഇവിടെ നിന്ന് കാണുന്നത്. ജോമുലാരി പീക്ക് 7376 മീറ്റർ ഉയരമുള്ള ജോമുലാരി പീക്കിൻ്റെ അതിമനോഹരമായ ദൃശ്യം. അപ്പോൾ ഇവിടെ നിന്ന് ഉള്ള അതിമനോഹരമായ ദൃശ്യം, ഓക്സിജൻ കണ്ടൻറ്റ് കുറവാണ് എങ്കിലും കിതപ്പുണ്ട് എങ്കിലും ഇവിടെ കയറി വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കാണാവുന്ന അതിമനോഹരമായ ദൃശ്യമാണ് ഇത്. ജീവിതത്തിൽ ചിലപ്പോൾ ഒരിക്കൽ മാത്രം കാണാൻ കഴിയുന്നതാണ്. ഇത് ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഈ ചേലേലെ പാസിലേക്ക് വന്നത് കണ്ടോ, എത്ര മനോഹരമെന്ന് നോക്കുക. ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. ചേലേലെ പാസിന് വിടാ, ജോമുലാരി പീക്കിന് വിടാ. സുഹൃത്തുക്കളെ, ഞങ്ങൾ തിരിച്ച് പോകാൻ തുടങ്ങുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി ആ ദൃശ്യം ജോമുലാരി പീക്ക് കാണുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി, ആനന്ദത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ഞങ്ങൾ സംതൃപ്തിയോടുകൂടി മടങ്ങുകയാണ്. ഇനി നേരെ പാരോയിലേക്കാണ്. അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കണം. ഹാവാലിയിലേക്കുള്ള യാത്ര ഒഴിവാക്കി. കാരണം ഇപ്പോൾ തന്നെ 3 മണി കഴിഞ്ഞു. ഇനി അവിടെ